അലൈൻ സൂ, അലൈൻ ഒയാസിസ് എന്നിവിടങ്ങളിൽ സന്ദർശിക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിയാസും ഫാമിലിയും ഇനി 2 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. ജബൽ ജയ്സ് മലമുകളിലേക്ക് പോകണം. പിന്നെ നൈറ്റ് സ്റ്റേ എന്റെ ഫ്ലാറ്റിൽ. പിറ്റേ ദിവസം അതിരാവിലെ ഒരു 5:30 ആകുമ്പോൾ ദുബായിൽ നിന്നും 60 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമായ അൽ ഖുദ്ര ലേക്ക്, പിന്നെ ലവ് ലേക്ക് എന്നിവിടങ്ങളിൽ സന്ദർശിക്കണം. വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക. തീർച്ചയായും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാഴ്ചകൾ തന്നെയായിരിക്കും. ഇപ്പോൾ ജബൽ ജയ്സ് മലമുകളിലേക്കാണ് യാത്ര. സമയം വൈകുന്നേരം 4 മണിയോടടുത്തിരിക്കുന്നു. റാസൽ ഖൈമയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ജബൽ ജയ്സ് പർവ്വതനിര. സമുദ്രനിരപ്പിൽ നിന്നും 1934 മീറ്റർ ഉയരമാണ് ഇതിന്. മലനിരകൾക്കിടയിലുള്ള ഈ റോഡിന്റെ എഞ്ചിനീയറിംഗ് വർക്ക് ഒരു അത്ഭുതം തന്നെയാണ്. ഓരോ നിശ്ചിത ദൂരം പിന്നിട്ട് കഴിയുമ്പോഴും വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും ബാർബിക്യൂ, ക്യാമ്പിംഗ് എന്നിവയ്ക്കുള്ള ഒരു പ്രത്യേക ഏരിയകളൊക്കെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും അവർ പ്രത്യേക ചാർജുകളൊന്നും ഈടാക്കുന്നില്ല. വിന്റർ ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥ 4 ഡിഗ്രി വരെ താഴും. പിന്നീട് ഇവിടത്തേക്ക് ഓവർനൈറ്റ് സ്റ്റേ ചെയ്യുവാനും ബാർബിക്യൂ ചെയ്യുവാനും ഒക്കെ ആളുകളുടെ ഒരു പ്രവാഹം തന്നെയായിരിക്കും. മുകളിലേക്ക് പോകുന്തോറും ചെവികളൊക്കെ അടഞ്ഞു തുടങ്ങി. ഏറ്റവും മുകളിൽ എത്തിക്കഴിയുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നിന്നും താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ച വളരെ മനോഹരമാണ്. വിവിധ ഇനത്തിൽപ്പെട്ട പല രാജ്യക്കാരുടെ റെസ്റ്റോറന്റുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ അറബികളുടെ ട്രഡീഷണൽ സ്വീറ്റ്സ് ആയ ലുക്കിമാത്ത് കഴിച്ചു. കാരണം ഞങ്ങൾ കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. രാവിലെ ലവ് ലേക്കിലേക്ക് പോകാനുള്ളതാണ്. അതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഇപ്പോൾ ചുരം ഇറങ്ങുകയാണ്. തിരിച്ച് ഷാർജയിലെത്തി. എന്റെ ഫ്ലാറ്റിന്റെ അടുത്തുള്ള ഷാത്ത റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ചു. ഫ്ലാറ്റിൽ എത്തി കരോക്കെ ഗാനങ്ങളൊക്കെയായി ഞങ്ങൾ ഇങ്ങനെ കുറെ സമയം ഇരുന്നു. സമയം രാവിലെ 2 മണിയോടടുത്തിരിക്കുന്നു. ഇനി ഉറക്കമാണ്. നേരം വൈകി കിടന്നതിനാൽ പ്രതീക്ഷിച്ച പോലെ രാവിലെ 5:30 റെഡിയാക്കി ഇറങ്ങാൻ പറ്റിയില്ല. കാരണം ചെറിയ കുട്ടികളൊക്കെ ഉള്ളതല്ലേ. 6 മണിയോടുകൂടി ഞങ്ങൾ അൽ ഖുദ്ര ലേക്കിൽ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ദുബൈയിലെ സസ്റ്റൈനബിൾ വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് അൽ ഖുദ്ര തടാകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതൊരു ആർട്ടിഫിഷ്യൽ ഒയാസിസ് അഥവാ കൃത്രിമ മരുപ്പച്ചയാണ്. ഇതിനു ചുറ്റും നിരവധി കൃത്രിമ തടാകങ്ങളും മൺകൂനകളും ജന്തുജാലങ്ങളും ഉണ്ട്. അൽ ഖുദ്ര തടാകം ക്യാമ്പർമാർക്കിടയിൽ ജനപ്രിയമായി തുടരുന്നു. ദുബായിലെ ഏറ്റവും മികച്ച ബാർബിക്യൂ സ്പോട്ടുകളിൽ ഒന്നാണ് ഇത്. ഞങ്ങൾ അൽ ഖുദ്ര ലേക്കിലെത്തുമ്പോഴേക്കും നേരം വെളുത്തു തുടങ്ങി. ഇനിയുള്ള കാഴ്ചകൾ തീർച്ചയായും നിങ്ങളെ രസിപ്പിക്കുന്നത് തന്നെയായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. തടാകത്തിന്റെ വശം ചേർന്ന് ഇതുപോലെ അരണ്യങ്ങളൊക്കെ നോക്കിയിരുന്ന് ചായ കുടിക്കുവാനുള്ള സുഖം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇനി കുറച്ച് അൽ ഖുദ്ര ലേക്കിലെ കാഴ്ചകളിലേക്ക് പോകാം. ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതൊക്കെ UAE തന്നെയാണോ എന്ന്. അതെ, UAE ഇപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നമ്മെ അതിശയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
ഇനി ഞങ്ങൾ പോകുന്നത് ലവ് ലേക്കിലേക്കാണ്. ഇവിടെ ഫോട്ടോ എടുക്കാൻ വെച്ചിരിക്കുന്ന ഓരോ വസ്തുക്കളും ഹാർട്ടിന്റെ സിമ്പിളോട് കൂടിയിട്ടുള്ളതാണ്. ഇവിടെയുള്ള വലിയൊരു തടാകം വരെ നിർമ്മിച്ചിരിക്കുന്നത് ഹാർട്ടിന്റെ ഷേപ്പിലാണ്. തടാകത്തിൽ അനവധി അലങ്കാര മത്സരങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ലവിലെ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് ഉച്ചയോടുകൂടി ഞങ്ങൾ പുറപ്പെട്ടു. വീട്ടിന്റെ അടുത്ത് നല്ല മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ച് എന്റെ ഫ്ലാറ്റിൽ പോയി അല്പം റെസ്റ്റ് എടുത്തു. നിയാസും ഫാമിലിയും തിരിച്ച് അവർ താമസിക്കുന്ന അജ്മാനിലേക്ക് പുറപ്പെട്ടു. ലവ് ലേക്കിലെയും കുദ്രയിലെയും ജബൽ ജയ്സിലെയും കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.